T20 ഫോർമാറ്റിൽ മാത്രം ഒതുങ്ങേണ്ട താരമല്ല സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്റ് നിരീക്ഷകർ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. നായകനായും ബാറ്ററായും വിക്കറ്റ് കീപ്പറായും ഫീൽഡറായും ഒക്കെ കഴിവ് തെളിയിച്ച താരം KL രാഹുലും ഋഷഭ് പന്തുമായിരുന്നു നേരത്തെ സഞ്ജുവിൻ്റെ വെല്ലുവിളി. എന്നാൽ രാഹുലിന് ഏകദിന ഫോർമാറ്റും പന്തിന് ടെസ്റ്റ് ഫോർമാറ്റും സഞ്ജുവിന് T20 ഫോർമാറ്റും വീതിച്ചു നൽകി പരിഹാരം കണ്ടെത്തുകയായിരുന്നു മാനേജ്മെൻറ്റ്. നിലവിൽ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ ബാറ്റർമാരിൽ ടീമിന് ഏറ്റവും വിശ്വസിക്കാവുന്നയാളാണ് KL രാഹുൽ എന്നത് പറയാവുന്ന കാര്യമാണ്. ന്യൂസിലൻഡുമായി കഴിഞ്ഞ ദിവസം രാജ്കോട്ടിൽ നടന്ന രണ്ടാം ഏകദിനവും അടിവരയിടുന്നത് ഇതുതന്നെ. ബാറ്റിങ്ങിൽ ഒരു ഘട്ടത്തിൽ തീർത്തും പതറിയ ടീമിനെ രക്ഷിച്ചത് രാഹുലിൻ്റെ അപരാജിത സെഞ്ചുറി തന്നെയാണ്. അഞ്ചാമനായി ക്രീസിലെത്തിയ രാഹുൽ പുറത്താകാതെ അടിച്ചെടുത്തത് 112 റൺസാണ്. ടീമിനെ 284 വരെ എത്തിച്ചതും ഈ പ്രകടനം തന്നെ. പക്ഷേ മത്സരത്തിൽ ഇന്ത്യ തോറ്റതിനാൽ രാഹുലിൻ്റെ ഈ പ്രകടനത്തിന് വേണ്ടത്ര കയ്യടിയും ലഭിച്ചില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നേരത്തെയും പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും രാഹുൽ പുറത്തെടുത്തിട്ടുള്ളതാണ്. മധ്യനിര ബാറ്റർ എന്ന നിലയിൽ വിശ്വസ്തനാണെങ്കിലും വിക്കറ്റ് കീപ്പറുടെ റോളിൽ രാഹുലിനെ അത്രത്തോളം വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇത് കാരണം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് തിരിച്ചടിയും നേരിടേണ്ടി വന്നേക്കും. ഇന്ത്യൻ കുപ്പായത്തിൽ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ KL രാഹുലിൻ്റെ പ്രകടനം അത്ര ഗംഭീരമല്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിക്കറ്റിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ പലപ്പോഴും ചോരുന്നതായി കാണാം. ന്യൂസിലൻഡുമായി കഴിഞ്ഞ ദിവസം രാജ്കോട്ടിൽ നടന്ന രണ്ടാം ഏകദിനത്തിനിടയും രാഹുൽ ഒരു ക്യാച്ച് കൈവിട്ടിരുന്നു. ഹർഷിത് റാണ എറിഞ്ഞ 6ാമത്തെ ഓവറിലായിരുന്നു ഇത് സംഭവിച്ചത്. ഓവറിലെ ആദ്യ പന്തിൽ അപകടകാരിയായ ഇടം കയ്യൻ ഓപ്പണർ ഡെവൻ കോൺവേയുടെ ക്യാച്ചാണ് രാഹുൽ നഷ്ടപ്പെടുത്തിയത്. ബാറ്റിൽ എഡ്ജായ ബോള് രാഹുലിന് തൊട്ട് മുന്നിലാണ് വന്ന് പതിച്ചത്. പക്ഷേ ഇത് കൈക്കുള്ളിലാക്കാൻ രാഹുലിന് സാധിച്ചില്ല. തൊട്ടടുത്ത പന്തിൽ കോൺവേയെ ഹർഷിത് ബോൾഡാക്കിയതോടെയാണ് ഇന്ത്യക്ക് ആശ്വാസമായത്. എന്നാൽ അദ്ദേഹത്തിന് ഇത് സാധിച്ചില്ലായിരുന്നുവെങ്കിൽ വലിയൊരു ഇന്നിങ്സുമായി കോൺവേ ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ചേനെ. എന്നാൽ എപ്പോഴും ഇങ്ങനെ ഭാഗ്യം തുണയ്ക്കണമെന്നില്ല. ലോകകപ്പ് പോലെ ഒരു വലിയ വേദിയിലാണ് രാഹുലിന് ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചത് എങ്കിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് വലിയ തിരിച്ചടിയായിരിക്കും. ന്യൂസിലൻഡിനെതിരായ ഈ പിഴവ് മാത്രമല്ല, വിക്കറ്റ് കീപ്പിങ്ങിൽ രാഹുലിൻ്റെ പ്രകടനം താരതമ്യം ചെയ്യുമ്പോൾ ദയനീയമാണെന്ന് പറയാതെ വയ്യ. 2020 മുതലുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ ക്യാച്ചിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ രാഹുലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ കാലയളവിൽ 3 ഫോർമാറ്റുകളും എടുത്താൽ ഏറ്റവും അധികം ക്യാച്ചുകൾ പാഴാക്കിയ താരമാണ് രാഹുൽ. 2020 മുതൽ 24 വരെ കളിച്ച 51 മത്സരങ്ങളിൽ രാഹുൽ താഴെയിട്ടത് 11 ക്യാച്ചുകളാണ്. 2025 മുതൽ ഇതുവരെ നോക്കിയാൽ 11 മത്സരങ്ങളിൽ 5 ക്യാച്ചുകളും രാഹുൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊരാളെ ലോകകപ്പിൽ ഏത് ധൈര്യത്തിൽ ഇന്ത്യ കീപ്പറാക്കുമെന്നതാണ് ചോദ്യം. ബാറ്റർ എന്ന നിലയിൽ രാഹുലിൻ്റെ സേവനം തീർച്ചയായും ഇന്ത്യൻ ടീമിന് അത്യാവശ്യമാണ്. പക്ഷേ കീപ്പിങ്ങിൽ കുറെ കൂടി മികച്ചയാളെ കളിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പൊതു അഭിപ്രായം. മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും ഇഷാൻ കിഷനുമെല്ലാം മികച്ച ഓപ്ഷനുകളായി ഇന്ത്യക്ക് മുന്നിലുണ്ട്. മാനേജ്മെന്റിന് മുന്നിലും സഞ്ജു ഒരു ഓപ്ഷനായി ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാർത്ത. ഊർജ്ജസ്വലനായ സഞ്ജുവിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഋഷഭ് പന്തിനെ ഏകദിന T20 ഫോർമാറ്റിൽ കൊണ്ടുവരുന്നത് ഉചിതമല്ല എന്ന നിലപാടും മാനേജ്മെന്റിനുണ്ട്. നേരത്തെ BCCIയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചതിൻ്റെ പേരിൽ ഇഷാൻ കിഷനും സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ 2026 പ്രകടനം വിലയിരുത്തിയാകും BCCI മുന്നോട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക.